ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനും മമ്മിയും കൂടെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കണം. നമ്മൾ പാലക്കാടാണ് പോണത്. അപ്പോൾ മാമൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാമന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിൽ ഞാൻ ചിലതിൽ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, ചിലതിൽ വോയിസ് ഉണ്ടാവും. കാരണം എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല. അതായിരുന്നു ഞാൻ വോയിസ് ഓവർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മമ്മി ആദ്യം തന്നെ ഞങ്ങൾ മൈജിയിലെത്തി. മമ്മി അവിടുത്തെ ചെയറിൽ കിടന്ന് കറയും കളിക്കുന്നതാണ് കണ്ടത്. പിന്നെ ഐഫോണൊക്കെ നിരത്തി വെച്ച് കഴിച്ച് ഞാൻ കുറേ സെൽഫി ഞാൻ പുതിയ ഐഫോൺ ഒരു സെൽഫി എടുത്ത് വയ്ക്കുകയാണ്. മമ്മി എന്തോ പറഞ്ഞു, മമ്മി പറ. ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കെട്ടിയില്ല. പറ എൻ്റെ ബർത്ത്ഡേക്ക് മമ്മി ഐഫോൺ 30 ഇത് 50 ഐഫോൺ 30 എൻ്റെ 19th birthday. Yes, my daughter. Yes, my baby. Little daughter. Yes, I'm adopted child, guys. It's all right. കേട്ടാ ഗൈസ്, മമ്മി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എടുത്തേരെ നമുക്ക് നോക്കാം എന്തായാലും. ഇതാണ് മാമൻ്റെ അടുത്ത് ഫോൺ, ഓപ്പോ Y30 Pro. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, സീരിയസ്ലി എനിക്ക് ഫോണിനെ പറ്റി ഒരു കുന്തും അറിഞ്ഞൂടാ. ഇതാണ് മാമനെടുത്ത ഫോണ്. പക്ഷെ അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പോയത് പാലക്കാട് ടൗൺ സ്റ്റാൻഡിന് അവിടുത്തെ മൈജിയിലായിരുന്നു. ഇത് അവിടുത്തെ സ്റ്റാഫായിരുന്നു, അജിച്ചേട്ടൻ. പിന്നെ ഇത് പ്രവീൺ ചേട്ടനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്തത്, ഫോൺ എടുക്കാനുള്ള ഡീറ്റെയിൽസ് ആൻഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ അവർ എൻ്റെ അടുത്ത് റിവ്യൂ പറയാൻ പറഞ്ഞത്. എന്നെ ഫസ്റ്റ് ട്രൈ ചെയ്തു, പക്ഷെ ഞാൻ ഫോളോ ആക്കിയെങ്കിൽ പോലും ഓക്കെ, അവരെന്നെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് തരണം. സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് ഫോൺ വന്നു. നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ നമ്മൾ കയറി ഗൈസ്. കാരണം സമയം 2 മണിയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തത് നമ്മൾ പിന്നെയും പോയി ഗൈസ്. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല, മാമൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. അതായത് മാമൻ വീട്ടിൽ പോയി ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു കോഫി കിട്ടി. സൂപ്പറായിരുന്നു കേട്ടോ. ഇതവിടുത്തെ ഒരു ചെയിൻ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെയിനായിരുന്നു. പിന്നെ ഞങ്ങൾ പാലക്കാട് മാർക്കറ്റിൽ കയറി ഗൈസ്. ഈ കട സൂപ്പറായിരുന്നു, കണ്ണൻ പൂജ സ്റ്റോർ. എന്നെ കടേൻ്റെ ഉള്ളിൽ നിന്ന് കയറി ഇറങ്ങാൻ തോന്നില്ല ഗൈസ്. ഇത് ഉറിഞ്ചിക്കാണ് ഗൈസ്. നമ്മുടെ നാച്ചുറൽ ഷാമ്പു ആണ്. നമ്മളിങ്ങനെ പതച്ച് തേക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദർശന കളക്ഷൻസിൽ കയറി. കാരണം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനം പർച്ചേസ് ഇന്നത്തെ ഡേ ഫുൾ പർച്ചേസ് ആയിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഒരു ബർത്ത്ഡേ ഉണ്ട് ഗൈസ്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അവിടുത്തെ പർച്ചേസ് ചെയ്തു. വിറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയത് ഒരു മൈജിയിൽ, അവസാനിപ്പിച്ചത് ഒരു മൈജിയായിരുന്നു. നമ്മൾ മൈജി ഫ്യൂച്ചറിൽ കയറി. പിന്നെ അവിടെ നിന്ന് കുക്കർ മേടിക്കാൻ കയറിയതാണ് ഗൈസ്. പക്ഷേ കുക്കർ മേടിച്ചില്ല, ബാക്കി എല്ലാ സാധനങ്ങളും മേടിച്ചു. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ഞങ്ങൾ ക്യാൻഡി ക്രഷ് കളിച്ചു. ഒടുക്കത്തെ ബ്ലോഗ്. പിന്നെ ഞങ്ങൾ വരെ പോയി ഫ്രൂട്ട്സ് മേടിച്ചു ഗൈസ്. ഫ്രൂട്ട്സ് എല്ലാം മേടിച്ച് ഞങ്ങൾ അവസാനം വീടെത്തി ഗൈസ്. ചത്ത്. പിന്നെ ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇനി ഫുഡ്